തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അങ്ങനെ അണ്ണൻ്റെ പ്ലാൻ വർക്കൗട്ടായി എന്ന് പറയാം. അണ്ണൻ്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ രഘു അമ്പിളിയും ശരിക്കും വരണ്ടു എന്ന് തന്നെ പറയാം. ഞാൻ അവരെ വരട്ടാൻ വേണ്ടി ചെയ്തു നല്ല ദാസ്. എന്റെ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. പഞ്ചരത്നം ഭാഗം വയ്ക്കും. രഘുവും അമ്പിളിയും അവിടുന്ന് മാറിയേ പറ്റൂ. അല്ല, അവര് നാളെ തന്നെ ഇങ്ങോട്ട് മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചൊരു പാർട്ടീഷന്റെ ആവശ്യമില്ലല്ലോ. അതില്ല, മഞ്ചാടിയുടെ എക്സാം കഴിയട്ടെ. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ കിടക്കൂ. അത് മതി. അപ്പോഴേക്കും രഘുവിനോടും അമ്പിളിയോടുള്ള അണ്ണന്റെ പ്രതിഷേധമൊന്നും മാറും. അവരണ്ണനെ മാറ്റിയെടുക്കും. അവരിനി എന്ത് പ്രായച്ചിത്തം ചെയ്താലും പഞ്ചരത്നത്തിൽ അവർ കാണിച്ചു കൂട്ടിയതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ദാസ്. അത് എന്റെ മാത്രം വേദനയല്ല, ലച്ചുമോളുടെ മനസ്സ് മുറിഞ്ഞതിന്റെ വേദനയാ. ഒരു കണക്കിന് ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ നടന്നത് നന്നായെന്ന് കരുതിക്കും. ആ ഒരൊറ്റ ഷോക്കില് രഘുവിന്റെ അമ്പിളിയുടെ കണ്ണ് തുറന്നല്ലോ. രണ്ടാൾക്കും നല്ല കുറ്റബോധമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു തെറ്റവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാതിരുന്നാൽ അവർക്കും അവരുടെ കുടുംബത്തിനും നല്ലത്. അനന്തം മാഷിന്റെ മൂത്ത മകൾ ഒരിക്കലും അവളുടെ അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കഴിഞ്ഞു. എന്റെ വീട്ടിലിരുന്ന് എന്റെ മകള് മദ്യപിക്കുക, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുക, അതിന്റെ ഭവിഷ്യത്ത് കൺമുമ്പിൽ അനുഭവിക്കുക. അന്ന് ഞാൻ നെഞ്ചു തകർന്ന് വീഴേണ്ടതായിരുന്നു. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ അതോ ഇനിയും ഒരുപാട് അനുഭവിച്ച് തീർക്കാനുള്ളത് കൊണ്ടോ എന്നറിയില്ല, ആ ദശാസന്ധിയും ഞാൻ മറികടന്നു. അതാണല്ലോ എന്റെ അണ്ണൻ, സാക്ഷാൽ അനന്തം മാഷ്. അണ്ണൻ ഒരു പ്രതിസന്ധി മറികടക്കുന്നു. രക്ഷപ്പെടുന്നത് അണ്ണന് ചുറ്റുള്ളവരാ. ആ സമയത്ത് അണ്ണൻ പഞ്ചരത്നത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തായിരിക്കും സംഭവിച്ചിരിക്കുകയെന്ന്. അതും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദാസ്. ഞാൻ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ മദ്യത്തിന്റെ കെട്ടുവിട്ട് പാതിരാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും രഘുവും അമ്പിളിയും ഉണരുക. ആ സമയത്ത് ലച്ചുമോളെ കാണാനില്ല എന്നുള്ള സത്യം അവരറിഞ്ഞ അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതെ അതെ, അവര് കാരണം അവരുടെ കുഞ്ഞിനെ നഷ്ടമായെന്ന് തോന്നിയ രണ്ടുപേരും പിന്നെ ജീവിച്ചിരിക്കില്ല. അവര് ആ നിമിഷം സൂയിസൈഡ് ചെയ്തേനെ. അപ്പൊ പിന്നെ അവരുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടി ദൈവം അണ്ണനെ അവിടെ എത്തിച്ചു എന്ന് വേണ്ട കരുതാൻ. ദൈവം തന്നെയാ എന്നെ അവിടേക്ക് എത്തിച്ചത്. പഞ്ചരത്നത്തെ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ആശ്വാസമുണ്ട്. എന്നുവെച്ച് രഘുവിനോടും അമ്പിളിയോടും അത്ര എളുപ്പം ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല ദാസ്.
എന്റെ പാവ നോക്കിയേ, കൊള്ളാവോ? ലച്ചുമോള് ഇടയ്ക്കൊക്കെ മോളുടെ അനിയത്തിമാരെ അനിയനെയും പോയി കാണണം കേട്ടോ. ചീരു, എടി അവനെങ്ങാനും വന്ന് മോളെടുത്ത് നിന്റെ കാര്യം ചോദിച്ചാലോ? ഇവിടെ സത്യല്ലേ പറയുള്ളൂ. മോളെ ലച്ചു, വിനയനങ്കിൾ ഇവിടെ വന്നു ചിരുമിനെ കുറിച്ച് ചോദിച്ച മോള് കണ്ടില്ലെന്ന് പറയണം കേട്ടോ. പറയാ. ചിരു, വണ്ടി ഇപ്പൊ എത്തും. നീ റെഡിയല്ലേ? ആ റെഡിയാ കേട്ടോ. അയാളുടെ മുമ്പിലൊന്നും പെടില്ലല്ലോ. എടി നീ ധൈര്യമായിട്ടിരിക്കെ. ഇനി അവൻ എത്ര സ്പീഡിൽ വന്നാലും ഇവിടെ എത്തൂല. ഞാൻ നോക്കിട്ടോ. രഘുവേട്ടൻ വിളിച്ച വണ്ടിയാണോ? അല്ല, അത് വിനയന. ഈശ്വര, ഇനി എന്ത് ചെയ്യണ്ട കേട്ടോ. ചിരു, നീ പേടിക്കണ്ട. വാ ഇങ്ങോട്ട്. വാ ചിരു, പറയാം. വാ അമ്പിളി, വന്നേ. രഘുവേട്ടാ, എടി, ഒന്ന് വേഗം വാ. വാ ചിരു, നീ ടെൻഷൻ ആവല്ലേ. അമ്പിളി, നീ ചിരുവിനെ കൂട്ടിയേ പുറകുവശത്തൂടി പഞ്ചായത്ത് റോഡിലേക്ക് പോ. സാബുവിന്റെ വണ്ടി അവിടേക്ക് വരും. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ ചെല്ല് ചെല്ല് ചെല്ല്. ഒന്ന് വേഗം പോ. അമ്പിളി, വേഗം ചെല്ല്. ആ സാബു, അതെ സാബു, നീ വീട്ടിലേക്ക് വരണ്ട. നമ്മുടെ പഞ്ചായത്ത് റോഡില്ലേ, അത് അവസാനിക്കുന്നിടത്ത് വന്നാൽ മതി. എടോ, ചീരു അങ്ങോട്ട് വരും കേട്ടോ. ശരി ശരി, ഓക്കെ.